അങ്കമാലി അതിരൂപതയിലെ കുർബാന തർക്കത്തിൽ സമവായത്തിന് സാധ്യത തേടി സിനഡ്. ഞായറാഴ്ച നടക്കുന്ന 2 കുർബാനകളിലൊന്ന് ജനാഭിമുഖ കുർബാന നടത്താൻ അനുവദിക്കാനാണ് തീരുമാനം. വത്തിക്കാൻ്റെ അംഗീകാരം ലഭിച്ചാൽ വിമത വിഭാഗത്തെ അത് അറിയിക്കും. അതിനിടെ ജനാഭിമുഖ കുർബാനയെ ഔദ്യോഗിക കുർബാനയായി പ്രഖ്യാപിക്കണമെന്നാണ് അൽമായ മുന്നേറ്റം ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ കീർത്തി വിശദാംശങ്ങളുമായി ചേരുകയാണ്. കീർത്തി, ഈ പ്രശ്നം, ഗുഡ് മോർണിംഗ്, ഈ പ്രശ്നം പരിഹാരത്തിലേക്ക് നീങ്ങുകയാണോ? എന്താണ് അതിൽ പൊതുവെ ഇതുമായി ഈ രംഗത്ത് നിൽക്കുന്നവർ ഈ പുതിയ ആശയങ്ങളെക്കുറിച്ച്, പുതിയ പ്രപ്പോസൽസിനെ കുറിച്ചൊക്കെ പറയുന്നത്? ഗുഡ് മോർണിംഗ് ശരത്. എന്തായാലും തർക്കത്തിന് പരിഹാരമാകുന്നു എന്ന് തന്നെ പ്രതീക്ഷിക്കാം. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഈ കുർബാന തർക്കം കാലാകാലങ്ങളായി നിലനിൽക്കുന്ന ഈ ഒരു പ്രശ്നത്തിന് പരിഹാരമാകാൻ പോകുന്നു എന്ന് തന്നെയാണ് കരുതുന്നത്. കഴിഞ്ഞ 19-നായിരുന്നു സിനഡ് യോഗം ചേർന്നത്. യോഗത്തിൽ പ്രധാനമായും സമവായ സാധ്യതകൾ തേടുകയായിരുന്നു സിനഡ്. തർക്കത്തിന് ഏത് വിധേനയും പരിഹാരം കാണണമെന്ന് തന്നെയായിരുന്നു ഇവരുടെ തീരുമാനം. അതുകൊണ്ട് തന്നെ ഇനി വരുന്ന ഞായറാഴ്ചകളിൽ ജനാഭിമുഖ കുർബാന നടത്താൻ 2 കുർബാനകളിൽ ഒന്ന് ജനാഭിമുഖമായും മറ്റൊന്ന് ഏകീകൃത കുർബാനയായും നടപ്പാക്കാനാണ് സാധ്യത. അത്തരമൊരു സമവായ നീക്കമാണ് ഇവർ ആലോചിക്കുന്നത്. വത്തിക്കാന്റെ അംഗീകാരം ഇതിന് ആവശ്യമാണ്. വത്തിക്കാന്റെ അംഗീകാരം ലഭിച്ചാൽ മാത്രമേ സിനഡ് ഈ തീരുമാനം ഔദ്യോഗികമായി തന്നെ വിമത വിഭാഗത്തെ അറിയിക്കുകയുള്ളൂ. അതേസമയം തന്നെ സമവായത്തിനുള്ള നിബന്ധനകൾ അൽമായ മുന്നേറ്റം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അങ്കമാലി അതിരൂപതയുടെ ഔദ്യോഗിക കുർബാനയായി ജനാഭിമുഖ കുർബാനയെ പ്രഖ്യാപിക്കണമെന്നാണ് ഈ അൽമായ മുന്നേറ്റത്തിന്റെ ആവശ്യം. സിനഡിലെ പ്രഖ്യാപനം ഉണ്ടായാൽ ഏകീകൃത കുർബാനയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾക്ക് വഴി തെളിയുമെങ്കിലും അങ്ങനെയെങ്കിൽ പ്രത്യേക കുർബാനയായി ഈ സിനഡ് നിർദ്ദേശിച്ച ഈ ഏകീകൃത കുർബാന ചൊല്ലാൻ അനുവദിക്കുമെന്നാണ് ഈ അൽമായ മുന്നേറ്റത്തിന്റെ നിലപാട്. വിഷയത്തിൽ സിനഡിന്റെ തീരുമാനത്തിന് വത്തിക്കാന്റെ അംഗീകാരം ആവശ്യമാണ്. വത്തിക്കാന്റെ അംഗീകാരം ലഭിച്ചാൽ മാത്രമേ ഈ കുർബാന തർക്കത്തിൽ ഒത്തുതീർപ്പിനുള്ള സാധ്യതകൾ ഉണ്ടാവൂ. എന്തായാലും ഇനി വരുന്ന ഞായറാഴ്ചകളിൽ എങ്ങനെയായിരിക്കും കുർബാന അർപ്പിക്കുക എന്നൊക്കെ തന്നെയാണ് കണ്ടറിയേണ്ടത്. ഏത് വിധേനയും ഇതിന് ഈ ഒരു തർക്കത്തിന് പരിഹാരം കാണണമെന്ന് തന്നെയാണ് സിനഡ് ആവശ്യപ്പെടുന്നത്. അതിനുവേണ്ടി തന്നെയാണ് ഇപ്പോൾ ഒന്ന് ജനാഭിമുഖ കുർബാനയായും മറ്റ് ഏകീകൃത കുർബാനയായും നടത്താനൊക്കെ ആലോചിക്കുന്നത്. എന്നാൽ ഒരു വിഭാഗം വിശ്വാസികൾ, ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഒരു വിഭാഗം വിശ്വാസികൾ ഇപ്പോഴും ജനാഭിമുഖ കുർബാന നടത്തണമെന്ന ആവശ്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. അൽമായ മുന്നേറ്റം ജനാഭിമുഖ കുർബാന ഔദ്യോഗികമായി പ്രഖ്യാപിക്കണമെന്ന ആവശ്യമൊക്കെ തന്നെ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഏത് തരത്തിലായിരിക്കും ഇനി തീരുമാനമുണ്ടാവുക, വത്തിക്കാൻ എന്ത് നിലപാടായിരിക്കും സ്വീകരിക്കുക? മുൻപ് ഈ എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് ജനാഭിമുഖ കുർബാന നടത്താൻ ഒരു പരിഗണന നൽകിയതുപോലെ ഇപ്രാവശ്യവും അത്തരമൊരു തീരുമാനമൊക്കെ എടുക്കുമോ? അങ്ങനെ ഒരു നിലപാടുണ്ടായാൽ മാത്രമേ ഒരു തർക്കത്തിന് പരിഹാരമുണ്ടാകുമോ എന്നൊക്കെയാണ് പരിശോധിച്ച് വരുന്നത്. എന്തായാലും വത്തിക്കാന്റെ നിലപാട് നിർണായകമാണ് ശരത്. ശരി കീർത്തി.